നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു പുതിയ ഹോപ്പ്ഫുൾ ആയിട്ട് ഒരു പുതിയ ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ പഠനത്തോടുള്ള ഒരു സമീപനവും അവരുടെ ഫ്യൂച്ചറിനെയും അവരുടെ ഡെയിലി ആക്ടിവിറ്റികളെയൊക്കെ നോക്കി കാണേണ്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ലൈഫിൽ അക്കാഡമിക്കലി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ സെറ്റിങ്സ് ആണ്. അതായത് ഒരു അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഠനത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് അവരുടെ പഠനത്തെ നോക്കിക്കാണാനായിട്ട് കഴിയും. ഒന്നെന്ന് പറയുന്നത് പെർഫോമൻസ് ഗോളുകളുമുണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് ഗോളുകളുമുണ്ട്. പെർഫോമൻസ് ഗോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ എക്സാമിന്റെ ഔട്ട്കമ്മിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ഔട്ട്കം ഉണ്ടാക്കണം എന്ന് എയിം ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പെർഫോമൻസ് ഗോളുകൾ എന്ന് പറയുന്നത്. പെർഫോമൻസ് ഗോളുകളുടെ ഒരു പ്രധാന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, പ്രഷർ ടു സക്സസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളെ എപ്പോഴും അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ 90% മാർക്കാണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ ആ 90% കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കൺസേൺ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പഠന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പെർഫോമൻസ് ഗോളിനേക്കാളും കുറെ കൂടെ ബെറ്റർ ആയിട്ട് പൊതുവിൽ കാണുന്നത് ലേണിംഗ് ഗോളുകളാണ്. ലേണിംഗ് ഗോളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ദിവസവും നമ്മളുടേതായിട്ടുള്ള കോമ്പിറ്റൻസി കൂട്ടിക്കൊണ്ടുവരികയാണ്. അതായത് ഇന്നലെ പഠിച്ചതിനേക്കാളും കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഇന്ന് പഠിക്കുക, ഇന്ന് പഠിച്ചതിനേക്കാളും കുറെ കൂടെ ബെറ്റർ ആയിട്ട് നാളെ പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും തന്നെ നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മെത്തേഡിനെയാണ് ആക്ച്വലി ലേണിംഗ് ഗോളുകൾ എന്ന് പറയുന്നത്. ലേണിംഗ് ഗോളുകളുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, പ്രഷർ ടു സക്സസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളെ അഫക്റ്റ് ചെയ്യുകയുമില്ല. നമ്മൾ ഓരോ ദിവസവും വി ആർ ലേണിംഗ് സംതിങ് അല്ലെങ്കിൽ വി ആർ ഡൂയിങ് സംതിങ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് റിയലിസ്റ്റിക്കലി ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങളുടെ പഠനത്തോടുള്ള ഒരു സമീപനം പെർഫോമൻസ് ഗോള് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ലേണിംഗ് ഗോള് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കുറെ കൂടെ ഫ്രീ ആയിട്ടും കുറെ കൂടെ സ്ട്രെസ് ലെസ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ഇയർ പെർസ്യൂ ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെയിലി നിങ്ങൾക്കൊരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്. ഉറക്കം, ഫുഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ്, ഇവ കൃത്യമായിട്ട് ഒരേ ദിവസം ഒരേ സമയം തന്നെ എല്ലാ ദിവസവും പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള, ഇനിഷ്യലി ഒരു ടഫായിരിക്കുമെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളത്, മിനിമം 3 തവണയെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റീഡ്, റിവൈസ്, റീകോൾ, 3R എന്നാണ് ടെക്നിക്സിനെ പറയുന്നത്. അപ്പം എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിയുമെങ്കിൽ പിറ്റേന്ന് രാവിലെ അന്ന് പഠിപ്പിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പം മിനിമം 3 തവണയെങ്കിലും റിവൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മെമ്മറി കുറെ കൂടെ ഷാർപ്പൻ ആക്കുന്നതിനും എക്സാമിന്റെ സമയത്ത് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യുന്നതിനും സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരംഭിക്കുന്നതെങ്കിൽ ലോങ്ങർ അവേഴ്സ് നിങ്ങൾ മാത്രം ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം ധാരാളം വെള്ളം കുടിക്കുന്നത് കുറെ കൂടെ അലേർട്ടായിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.